പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നീക്കം നിർണായകമായേക്കാമെന്ന് മക്രോൺ വാദിക്കുമ്പോൾ, അമേരിക്കയും ഇസ്രയേലും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയും ഇത് വിപരീത ഫലങ്ങൾ ഉളവാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കേവലം ഒരു നയതന്ത്ര തീരുമാനത്തിനപ്പുറം പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മക്രോണിന്റെ നിലപാടിനെ പാലസ്തീൻ പക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന് ഒരു പരിഹാരമായി ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നുകൂടിയാണ്. ഇതിന് പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. മക്രോണിന്റെ പ്രഖ്യാപനം ഈ ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് പലരും കാണുന്നതും. പാലസ്തീനിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാലസ്തീനികൾക്ക് തങ്ങളുടേതായ രാജ്യം എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഇത് അവർക്ക് അന്താരാഷ്ട്ര വേദിയിൽ കൂടുതലും പ്രാതിനിധ്യവും നിയമപരമായ അംഗീകാരവും നേടിക്കൊടുക്കും. സമാധാന ചർച്ചകളിൽ പാലസ്തീനികൾക്ക് കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹത്തിന്റെ പക്ഷം വാദിക്കുന്നുണ്ട്. ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രധാന ശക്തി കൂടിയാണ്. ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെയും സമാനമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ സ്പെയിൻ, നോർവേ, അയർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചത് ഈ പ്രവണതയുടെ ഭാഗമായി കാണാവുന്നതാണ്. ചരിത്രപരമായി പാലസ്തീൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ ഗാസയിലെ നിലവിലെ സാഹചര്യം പല രാജ്യങ്ങളെയും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഫ്രാൻസിന്റെ ഈ നീക്കത്തോട് അമേരിക്കയും ഇസ്രയേലും വളരെ ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മക്രോണിന്റെ തീരുമാനത്തെ വീണ്ടും വിചാരമില്ലാത്തതെന്ന് വിശേഷിപ്പിച്ചു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിലെ ഇരകൾക്കുള്ള ഒരു തിരിച്ചടിയാണ് മക്രോണിന്റെ നീക്കമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടും സമാനമായിരുന്നു. ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്ന ഒരു പ്രവൃത്തിയാണിതെന്നും ഗാസ മാറിയതുപോലെ മറ്റൊരു ഇറാനിയൻ പ്രോക്സിയെ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ശക്തി പകരുമെന്നും ഇത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നുമാണ് ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നത് സമാധാന ചർച്ചകളിലൂടെയും സുരക്ഷാ ഉറപ്പുകളിലൂടെയും മാത്രം സംഭവിക്കേണ്ട ഒന്നുകൂടിയാണ്. ഏകപക്ഷീയമായി ഇത്തരം നടപടികൾ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നാണ് അവരുടെ വാദം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭിപ്രായത്തിൽ സമാധാന ചർച്ചകളിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഒരു പുരോഗതി സാധ്യമാകൂ. ഹമാസ് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നില്ലെന്നാരോപിച്ച് അമേരിക്കയും ഇസ്രയേലും പിന്മാറിയതിനെ തുടർന്ന് ഖത്തർ മധ്യസ്ഥത വഹിച്ച സമാധാന ചർച്ചകൾ ഈ ആഴ്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അവർ ഭയപ്പെടുന്നത്. പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. 1988 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പാലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചു. സോവിയറ്റ് യൂണിയൻ അന്ന് പാലസ്തീനെ അംഗീകരിച്ചിരുന്നു. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗം പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയനിലെ പല അംഗരാജ്യങ്ങളും ഉൾപ്പെടെയുള്ള ചില പ്രധാന രാജ്യങ്ങൾ ഇപ്പോഴും പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല. അംഗീകാരം ലഭിക്കുന്നതിലൂടെ പാലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ അംഗീകാരം നേടാനും അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സജീവമാകാനും സാധിക്കുന്നതാണ്. ഇത് പാലസ്തീനികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇസ്രയേലി അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനുമുള്ള അവരുടെ പോരാട്ടത്തിന് കരുത്തു പകരും. എന്നാൽ കേവലം അംഗീകാരം മാത്രം മതിയാകില്ല. പാലസ്തീൻ രാഷ്ട്രത്തിന് വ്യക്തമായ അതിരുകൾ, പ്രവർത്തനക്ഷമമായ സർക്കാർ, സുരക്ഷിതമായ അതിർത്തികൾ എന്നിവ വളരെയധികം ആവശ്യമാണ്. നിലവിൽ ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിലുള്ള ഭിന്നതകളും ഹമാസിന്റെ നിയന്ത്രണവും പാലസ്തീൻ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് വെല്ലുവിളിയാകുന്നുമുണ്ട്. അതേസമയം സംഘർഷ മേഖലകളിൽ മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണി ഉണ്ടാകുന്നത് വാർത്താ റിപ്പോർട്ടിങ്ങിനെ ബാധിക്കുകയും ഗാസയിലെ യഥാർത്ഥ സാഹചര്യം പുറംലോകം അറിയുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ ആവശ്യം ഇസ്രയേലിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മക്രോണിന്റെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയയെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയണം.
ഇത് കൂടുതൽ രാജ്യങ്ങളെ പാലസ്തീനെ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുമോ അതോ ഇസ്രയേലിനെ കൂടുതൽ കടുപ്പമുള്ള നിലപാടെടുക്കുവാൻ പ്രേരിപ്പിക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും ഈ നീക്കം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഒരു ബഹുമുഖ പ്രശ്നമാണെന്നും അതിന് നയതന്ത്രപരവും മാനുഷികവുമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട്. സമാധാനം സ്ഥാപിക്കണമെങ്കിൽ എല്ലാ കക്ഷികളെയും ഉൾക്കൊള്ളുന്നതും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതുമായ ഒരു സമഗ്രമായ സമീപനം ആവശ്യവുമാണ്. പാലസ്തീനെ അംഗീകരിക്കുന്നത് ആ ദിശയിലുള്ള ഒരു ചുവടുവയ്പ്പാകുമോ അതോ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.